guys, welcome back to JP Vlogs. Big Boss Malayalam Season 6 Episode 10 Day 9 Analysis വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ ഇന്നത്തെ എപ്പിസോഡും സ്റ്റാർട്ട് ചെയ്തത് ഒരു മോർണിംഗ് സോങ്ങോട് കൂടിയാണ്. അപ്പോൾ മോർണിംഗ് സോങ്ങിൽ തകൃതിയായി ഡാൻസ് ചെയ്തുകൊണ്ട് നമ്മുടെ ശ്രീതു അവിടെയുണ്ട്. അപ്പോൾ ശ്രീതുവിനെ ഈ ഒരു മോർണിംഗ് സോങ്ങിന്റെ സമയത്ത് മാത്രമേ കാണുള്ളൂ കേട്ടോ. ആ ഒരു സമയത്ത് മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് ശ്രീതു. പക്ഷേങ്കിൽ ആ ഒരു സമയത്ത് നല്ല എനർജിയോടുകൂടി ഡാൻസ് കളിക്കുന്നതാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ അതിനുശേഷം ജാസ്മിനും യമുനയും കൂടെ ഉള്ളൊരു കോൺവെർസേഷനാണ് കാണിക്കുന്നത്. അതായത് ജാസ്മിൻ യമുനയുടെ അടുത്ത് ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഇവർക്ക് ഇഷ്ടം പ്രണയമാണെന്ന് കേൾക്കാനോ ഒരു പക്ഷേ പ്രണയ സ്ട്രാറ്റജി ആണെന്ന് വിശ്വസിക്കാനോ ആണ്. അതുകൊണ്ട് അവർ അതിൽ തന്നെ പിടിച്ചിരിക്കുക. എൻ്റെ ഒരു ഗതികേടല്ലേ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ ഞങ്ങൾക്കും പറയാനുള്ളത് ഇത് തന്നെയാണ്. ഈ ഒരു കോംബോ ഉണ്ടാക്കാനുള്ള ഒരു ഗതികേടും നിനക്കില്ല മോളെ എന്നാണ് നമുക്കും പറയാനുള്ളത്. വളരെ പൊട്ടൻഷ്യലുള്ള ഇൻഡിവിജ്വലായിട്ട് ഗെയിം കളിക്കാൻ എല്ലാ കഴിവുമുള്ളൊരു കണ്ടസ്റ്റൻ്റാണ് ജാസ്മിൻ. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കോംബോ തൂങ്ങിക്കിടക്കുന്നതെന്ന് നമുക്ക് ആർക്കും മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്കെല്ലാം ആ ഒരു കോംബോ പ്രേക്ഷകരെല്ലാവരും തന്നെ ആ കോംബോ കണ്ട് വെറുത്ത് പണ്ടാരം മടങ്ങി കിടക്കുകയാണ്. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന യമുനയുടെ എക്സ്പ്രഷൻ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമ്പോൾ അതേ എക്സ്പ്രഷൻ തന്നെയാണ് നമുക്കും തോന്നിയത്. എത്രയൊക്കെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നമുക്ക് ആർക്കും മനസ്സിലാകുന്നില്ല. കഴിഞ്ഞു പിന്നെ ബിഗ് ബോസ് അന്നത്തെ ടാസ്ക് അനൗൺസ് ചെയ്തു. കുട്ടിയെ പരിപാലിക്കുക എന്നുള്ളതാണ് ടാസ്ക്. വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല. എന്താണെന്നറിയില്ല, ഇപ്രാവശ്യത്തെ കണ്ടസ്റ്റൻസ് ഒന്നും ഒട്ടും ഒരു എൻ്റർടൈനിങ് ഒരു ഫൺ എലമെൻ്റ് ഉള്ള കണ്ടസ്റ്റൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ടാസ്ക് ഒന്നും അത്രക്ക് അങ്ങോട്ട് ഒരു ഫൺ ആവുന്നില്ല. അപ്പോൾ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പവർ ടീമിലുള്ള ഓരോ ആളുകളും ചെറിയ കുട്ടിയായിട്ട് വരും. അപ്പോൾ മറ്റുള്ള ടീമുകൾ കുട്ടിയെ പരിപാലിക്കണം. അതാണ് ടാസ്ക്. അപ്പോൾ ഈ ടാസ്ക് തുടങ്ങുന്നതിന് മുമ്പ് സിജോയും ടീമും കൂടി ഇങ്ങനെ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അതായത് ഇന്ന ആളുകളാണ് കുട്ടിയായിട്ട് വരുന്നതെങ്കിൽ നമുക്ക് അവരെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ ഒരു ചാലഞ്ച് എന്താ പറയുക, അവരെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ചാൻസും കൂടിയാണ് ഇതെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ സത്യത്തിൽ ഈ ഒരു ടാസ്ക് കൊണ്ട് അതൊന്നും അല്ല ഉദ്ദേശിച്ചത്. പിന്നെ സിജോയുടെ ടീമിൽ സിജോ ആണ് മെയിൻ ആൾ. അപ്പോൾ സിജോ ആണ് ഉപദേശിക്കാനും പിന്നെ എന്താ പറയുക ഒരു മറിച്ച് അഭിപ്രായം പറയാനൊന്നും പറ്റിയ ആരും അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ സിജോയുടെ മാത്രം ഒരു ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതിന് സപ്പോർട്ട് ചെയ്തിട്ട് നോറയും പറയുന്നുണ്ട്, ഇതാണ് ചാൻസ്, നമുക്ക് ഇങ്ങനെ ചെയ്യാം എങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട്. ടാസ്ക് തുടങ്ങിയപ്പോഴാണെങ്കിൽ ഈ ഡിസ്കസ് ചെയ്തൊന്നും കാണാനുണ്ടായിരുന്നില്ല കേട്ടോ. ആദ്യം തന്നെ കുട്ടിയായി വന്നത് ശ്രീരേഖയാണ്. ശ്രീരേഖ ഒരു 6 വയസ്സുള്ള കുട്ടിയെങ്ങാനായിട്ടാണ് വന്നത്. ശ്രീരേഖ അത്യാവശ്യം നല്ല രീതിയിൽ അഭിനയിച്ചു കേട്ടോ. പക്ഷെ മൊത്തത്തിൽ ടാസ്ക് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബാക്കി എല്ലാവരും കൂടി സിജോയുടെ ടീം എല്ലാവരും കൂടി ഇങ്ങനെ ശ്രീരേഖനെ പരിപാലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നേരത്തെ പറഞ്ഞ ആ ഒരു എന്താ പറയുക ചാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നേരത്തെ ഡിസ്കസ് ചെയ്തതിൻ്റെ ഭാഗമായി ഒരു ഡയലോഗ് ഇങ്ങനെ പറയുന്നുണ്ട്. പവർ ടീമിൻ്റെ അടുത്ത് പോയിട്ട് ഇതാണ് മോളെ പവർ ടീം, ഒട്ടും പവറില്ലാത്ത ആളുകൾ താമസിക്കുന്ന ഒരു ടീം എന്നൊക്കെ പറഞ്ഞിട്ട് അത്രയും അവിടെ കണ്ടുള്ളൂ. പിന്നെ ആ ഒരു ഡയലോഗ് മാത്രമാണ് ഇങ്ങനെ ഇത്രയും ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് കണ്ടത്. ബാക്കിയൊക്കെ ഇങ്ങനെ കുട്ടിയെ പരിപാലിക്കുക എന്നുള്ള നിലക്ക് തന്നെയാണ് പോയത്. അത് കഴിഞ്ഞു പിന്നെയാണ് നമ്മുടെ ഇന്നത്തെ ബിഗ് ബോസ് വീട്ടിലുള്ള മെയിൻ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നത്, വലിയൊരു പ്രശ്നം സംഭവിക്കുന്നത്. അതായത് ഗബ്രി ഇങ്ങനെ നടന്നു വരുമ്പം ജാൻമണി അവിടെ ഇരുന്ന് ഐസ്ക്രീം കഴിക്കുന്നുണ്ട്. അപ്പോൾ ഗബ്രി മനസ്സിലാക്കുന്നു അത് ഗബ്രിയുടെ ഐസ്ക്രീം ആയിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഇത് ഞാൻ എന്തോ ജയിച്ച് എനിക്ക് കിട്ടിയ ഐസ്ക്രീമാണ്, ആരോടും കഴിക്കരുതെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ വെച്ചതാണ്. കഴിക്കുന്നതിൽ എനിക്ക് പ്രശ്നമില്ല, പക്ഷെ ഒരു വാക്ക് പറയാമായിരുന്നു എന്നിങ്ങനെ ഗബ്രി പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഏതൊരു മനുഷ്യനും തോന്നുന്നൊരു കാര്യമാണ്. എന്തോന്നിടയിൽ ഒരാൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ഡയലോഗും പറഞ്ഞിട്ട് എന്നിട്ട് വീണ്ടും പറയുന്നുണ്ട്, ഞാൻ കഴിക്കരുതെന്നല്ല പറഞ്ഞത്, ഒന്ന് പറയണമായിരുന്നു മാത്രമേ പറഞ്ഞോളൂ, എനിക്ക് ഫീൽ ആവില്ലേ. ഞാൻ കഴിക്കണ്ടെന്ന് പറഞ്ഞില്ല. എന്ത് കഴിക്കണ്ടെന്ന് പറഞ്ഞാൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളോട് ഇങ്ങനത്തെ ഒരു വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിക്കണ്ടെന്ന് പറയുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ബാക്കി എല്ലാവരും അവിടെ കിടന്ന് പറയുന്നുണ്ട്. പിന്നെ അപ്സരയും പറയുന്നുണ്ട് 2 സ്പൂണേ കഴിച്ചുള്ളൂ, അതിന് ഇങ്ങനെ വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യമില്ല എന്നൊക്കെ. അപ്പോൾ നമ്മുടെ നിലപാടുകളുടെ രാജകുമാരിയായിട്ടുള്ള ജാസ്മിൻ സത്യത്തിൽ അത് തെറ്റാണെന്ന് ജാസ്മിൻ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ജാസ്മിൻ അവിടെ ഗബ്രിയോട് പറഞ്ഞു കൊടുക്കായിരുന്നു. ഗബ്രിയുടെ ഈ ഒരു ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ ജാസ്മിൻ്റെ ഡയലോഗ് നിങ്ങളൊന്ന് കേട്ടോ. ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ ഋഷി പറഞ്ഞൊരു ഡയലോഗാണ്.
ജാസ്മിൻ ഇത് മനസ്സിലായില്ല. ജാസ്മിനും ഗബ്രിയെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് അന്നേരം സംസാരിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഗബ്രി അപ്സരയുടെ നേർക്കൊരു ചെറിയൊരു അറ്റാക്ക് നടത്തി. അതായത് അപ്സരയാണ് ഇത് എരികേറ്റി കൊടുത്തത്, വെറുതെ പ്രശ്നം ഉണ്ടാക്കിയത് അപ്സരയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്സരക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാം, അത് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്സരയുടെ ഒരു മാസ് ഡയലോഗ് ഉണ്ടായിരുന്നു. എനിക്ക് 18 ഈ പറഞ്ഞ ആൾക്ക് ഒറ്റ ടീമേ ഉള്ളൂ, എനിക്ക് 18 ടീമുണ്ട്, 18 ആൾക്കാരുണ്ട്, എനിക്ക് ആ 18 ടീമിൽ ഞാനുണ്ട്. അപ്പോൾ ജാസ്മിന് നന്നായിട്ട് മനസ്സിലായി കാണും അവിടെ ജാസ്മിനും ഗബ്രിയും മാത്രം ഒരു ടീമാണ്, ബാക്കി ആരും അങ്ങനെ ഒരു ഗ്രൂപ്പീസ് ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ജാസ്മിന് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ അവിടെയും അപ്സരയും കുറച്ച് ഇമോഷണലായി. അത്ര ഇമോഷണൽ ആവേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്സരയ്ക്ക് അത് ഇതിനു മുമ്പൊക്കെ അപ്സര ഭയങ്കര ബോൾഡായിട്ട് കാര്യങ്ങൾ പറഞ്ഞ ആളാണ്. ഈ ഒരു കാര്യത്തിലും അങ്ങനെ പറയേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. അത്രയും സില്ലി ആയിട്ടുള്ളൊരു മാറ്ററാണ്. ഗബ്രി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടടുത്തൊക്കെ ജാസ്മിൻ കയറി വരുന്നുണ്ട്. അതായത് സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ട് എല്ലായിടത്തും ഓടി നടന്ന് ജാസ്മിൻ എന്താ പറയുക എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. അവൻ ഇങ്ങനെ ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത്, അവൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷെ ആരും ജാസ്മിനെ അത്രയ്ക്ക് അങ്ങോട്ട് മൈൻഡ് ആക്കുന്നുമില്ല. സുരേഷ് ചേട്ടന് ഇപ്പോൾ ഒട്ടും ആക്ടിവായിട്ട് കാണാറില്ല കേട്ടോ. സുരേഷ് ചേട്ടന് ഇപ്പം കഴിഞ്ഞ മറ്റേ ഈ കുട്ടിയെ പരിപാലിപ്പിക്കുന്ന ഒരു ടാസ്ക് ആണെങ്കിൽ പോലും അപ്പൂപ്പനൊക്കെ ആയിട്ട് പുള്ളി അത്യാവശ്യം നല്ല രീതിയിൽ ആക്ടിംഗ് ഒക്കെ ചെയ്യുന്ന ആളാണ്. പക്ഷേ എങ്കിൽ ആ ഒരു ടാസ്കിൽ പുള്ളിയുടെ ഒരു ഇൻവോൾവ്മെന്റും കണ്ടില്ല. പുള്ളിയുടെ വക ഈ ഒരു കാര്യത്തിൽ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. പറയാൻ അടുത്ത് പുറത്ത് വന്ന് വാങ്ങിത്തരാൻ ഐസ്ക്രീം, അത്രയും കഴിഞ്ഞില്ലേ? അങ്ങനെ പറഞ്ഞാൽ മതി. വേറെ എന്താ ഐസ്ക്രീം? അത് തന്നെയാണ് നമുക്കെല്ലാം തോന്നുന്നത്. ഒരു ഐസ്ക്രീമിൻ്റെ ഒക്കെ കാര്യത്തിൽ ചെറിയ LKG പിള്ളേരെ പോലെ ഇങ്ങനെ കിടന്ന് സംസാരിക്കുക, ഇത് മാത്രമാണ് ഗബ്രി ചെയ്യുന്നത്. വളരെ നിസ്സാരമായ കാര്യത്തിനാണ് ഗബ്രി ഇതുവരെ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണുന്നത് ഗബ്രി ഭയങ്കര ഇമോഷണൽ ആവുന്നതാണ്. ഭക്ഷണം കൊടുത്തിട്ടില്ല പറഞ്ഞിട്ട് അതൊരു ഇമോഷണൽ സ്ട്രാറ്റജി ആണെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. കാരണം ഇമോഷണൽ ആയത് എനിക്ക് സത്യത്തിൽ ഇമോഷണൽ ആയതുപോലെ തന്നെയാണ് തോന്നുന്നത്. മേ ബി പുള്ളിക്കും മനസ്സിലായിട്ടുണ്ടാവാൻ ചെയ്തത് തെറ്റാണെന്ന്. പക്ഷേങ്കിൽ അത് നമ്മൾ ജയിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ എല്ലാവരും തനിക്കെതിരാണെന്ന് തോന്നിയപ്പം ഒറിജിനൽ ഇമോഷൻ പുറത്ത് വന്നത് തന്നെ ആയിരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷമുള്ള നമ്മുടെ ജാസ്മിൻ്റെ പെർഫോമൻസ് ആയിരുന്നു അസഹനീയം. എന്തിനാണ് ഇങ്ങനെ കിടന്ന് തിളക്കുന്നതെന്ന് സത്യത്തിൽ മനസ്സിലാകുന്നില്ല. ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒച്ചയുണ്ടാക്കി. എന്താ പറയുക, ജാസ്മിന് ഈ ഒരു സീസണിൽ വന്ന സമയത്ത് ഒരു വിലയുണ്ടായിരുന്നു. ആ വില ജാസ്മിനായിട്ട് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ അലറി വിളിച്ച് സംസാരിച്ചിട്ട്. അപ്പോൾ വാഷ്റൂം ഏരിയയിൽ നിന്ന് ജാസ്മിനും ശ്രീതുവും രശ്മിൻ ബായും കൂടിയുള്ളൊരു കോൺവെർസേഷനിടയിൽ ജാസ്മിൻ പറഞ്ഞതാണ്. ജാസ്മിൻ പറഞ്ഞത് നിങ്ങൾ കേട്ടോളൂ. അതെ, അവൻ കഴിക്കരുതെന്ന് പറഞ്ഞില്ല. പക്ഷെ അവൻ അത് അവൻ്റെ ഐസ്ക്രീം ആണെന്ന് പറഞ്ഞടാ. എന്നിട്ട് കഴിച്ചുകൊണ്ടിരിക്കുമ്പം അത് അവൻ്റെ ഐസ്ക്രീം ആണ്, അതുകൊണ്ട് ചോദിച്ചിട്ട് കഴിക്കാമായിരുന്നു എന്നും പറഞ്ഞടാ. അത് കേട്ടപ്പോൾ ജാസ്മിനും അത് തെറ്റായിട്ടൊന്നും തോന്നിയില്ലടാ. ജാസ്മിനും പറഞ്ഞത് എനിക്കും കഴിഞ്ഞ ദിവസം സ്ട്രോബെറി ഐസ്ക്രീം കിട്ടിയില്ലായിരുന്നു എന്നാണടാ. ജാസ്മിനും അപ്പോൾ അത് ഗബ്രിയുടെ ഭാഗത്ത് തെറ്റായിട്ടൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവരും സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് ജാസ്മിന് മനസ്സിലായത് ഒരാൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് പറഞ്ഞത് തെറ്റാണെന്ന്. എന്നിട്ടും ഗബ്രീനെ ജാസ്മിൻ തിരുത്താൻ തയ്യാറാകുന്നില്ല. എപ്പോഴും ഇങ്ങനെ നമ്മൾ ഭയങ്കര ഫ്രണ്ടാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞ് നടക്കുമ്പം ഒരു ഫ്രണ്ട് തെറ്റ് ചെയ്യുമ്പം അത് എന്താ പറയുക നിലപാടുകളുടെ രാജകുമാരിയായിട്ടുള്ള ജാസ്മിന് അത് പറഞ്ഞു മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ജാസ്മിൻ തന്നെ പറയുന്നുണ്ട് ഞാൻ ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കാൻ വന്നതാണ്, ഞാൻ ഗെയിം കളിക്കുമ്പോൾ ഫ്രണ്ട്ഷിപ്പ് നോക്കൂല അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. തൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇതുപോലത്തെ ഒരു മിസ്റ്റേക്ക് ചെയ്യുമ്പം താൻ ചെയ്തത് മിസ്റ്റേക്ക് ആണെന്ന് പറയാനുള്ളൊരു റെസ്പോൺസിബിലിറ്റി ജാസ്മിനുണ്ട്. കാരണം ഈ ഒരു ഇൻസിഡൻറ്റോട് കൂടി വീണ്ടും ഗബ്രി പ്രേക്ഷകർക്കിടയിൽ ഭയങ്കരമായിട്ട് ഗബ്രിയുടെ സ്ഥാനം ഇങ്ങനെ വീണ്ടും കുത്തനെ ഇടുകയാണ്, താഴോട്ട് പോവുകയാണ്. അപ്പോൾ ഇത് ഗബ്രിക്ക് നെഗറ്റീവായിട്ട് ബാധിക്കുമെന്ന് ചിന്തിക്കാനുള്ള ബുദ്ധിയൊക്കെ ജാസ്മിനുണ്ട്. അപ്പം അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ ജാസ്മിൻ ഈ ഒരു സമയത്ത് അത് ഗബ്രിയോട് തുറന്ന് പറയണമായിരുന്നു ചെയ്തത് തെറ്റാണെന്നുള്ളത്. അതിനിടയിൽ നമ്മുടെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള നോറയുടെ എൻട്രി ഉണ്ട്. ഈ ഒരു കാര്യം സംസാരിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ ശ്രീതു നോറയുടെ ഒരു കാര്യം എടുത്തിട്ടു. അപ്പോഴേക്ക് നോറ കയറി വന്നു. പിന്നെ തുടങ്ങി, അതായത് ഈ സീസൺ തുടങ്ങിയ മുതൽ നോറ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ ഗബ്രീനെ കുറിച്ചിട്ട്. വീണ്ടും അതന്നെ പറയാൻ തുടങ്ങി. അതും കൂടെ കേട്ടപ്പോഴത്തേക്കും ജാസ്മിൻ്റെ കൺട്രോൾ പോയി. ജാസ്മിൻ എന്തൊക്കെയോ വിളിച്ചു പറയായിരുന്നു. എന്താ പറയുക, ഒരു ഭ്രാന്തിയെ പോലെ എന്നൊക്കെ പറയാം. അങ്ങനെയായിരുന്നു ജാസ്മിൻ്റെ ഒരു റിയാക്ഷൻ ഇന്നലെ. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജാസ്മിൻ്റെ ജെന്യൂൻ ഇമോഷൻ ആണോ എന്ന് സത്യത്തിൽ എനിക്ക് മനസ്സിലാവുന്നില്ല.
കാരണം ഇന്നലത്തെ ഒരു കാര്യത്തിൽ ഗബ്രിയുടെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് സംഭവിച്ചതാണ്. അപ്പോൾ അതിന് ഈ ജാസ്മിൻ ഇത്രയും ഇമോഷണൽ ആവേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ അത്രയും ഒരു ഫ്രണ്ട്ഷിപ്പാണ് ജാസ്മിനും ഗബ്രിയും തമ്മിലെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു അഞ്ചാറ് ദിവസമേ ആയിട്ടുള്ളൂ ഈ ഒരു സീസൺ തുടങ്ങിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു ജാസ്മിൻ്റെ റിയാക്ഷൻ അത്രയും അങ്ങോട്ട് ജെന്യൂൻ ആണോ എന്ന് എനിക്കറിയില്ല. ഇനി ജെന്യൂൻ ആണെങ്കിൽ സത്യമായിട്ടും ജാസ്മിൻ ഒരു മെഡിക്കൽ ഹെൽപ്പ് ആവശ്യമാണ്. ബിഗ് ബോസ് ഇടപെട്ടിട്ട് ഒരു പ്രൊഫഷണൽ ഒരു സൈക്കോളജിസ്റ്റിനെ അവിടെ കൊണ്ടുപോകണം. കാരണം ഇത് ശരിക്കുമുള്ളൊരു ഫീലിംഗ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു മെൻ്റൽ ബ്രേക്ക് ഡൗണിലൂടെയാണ് ജാസ്മിൻ കടന്നു പോകുന്നത്. അപ്പോൾ ജാസ്മിൻ അതിനനുസരിച്ചിട്ടുള്ള എന്താ പറയുക ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് ആവശ്യമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും നമ്മുടെ ടാസ്ക് ആരംഭിച്ചു. അടുത്തതായിട്ട് നമ്മുടെ റോക്കിയുടെ ടീമായിരുന്നു. ഇവർക്ക് ടാസ്ക് എന്താണെന്നൊന്നും മനസ്സിലായിട്ടില്ല. ഇവർക്ക് ആകെ ഒറ്റൊരു കാര്യമേ ഉള്ളൂ, ജാസ്മിൻ ആണ് വരുന്നതെങ്കിൽ ജാസ്മിനെ എങ്ങനെയെങ്കിലും അറ്റാക്ക് ചെയ്യണം, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഇവർക്ക് ടാസ്ക് കുട്ടിയെ പരിപാലിക്കുക എന്നുള്ളതുമാണ്. പരിപാലിക്കുക എന്നാണ്, പക്ഷേങ്കിൽ കുട്ടിയെ ഓടിച്ചു വിടുന്ന രീതിയിലുള്ള ഒരു പരിപാടിയാണ് അവർ ചെയ്തത്. പിന്നെ അതിൻ്റെ ഇടയിൽ ചെറിയ ചെയ്യാൻ പറ്റാ എന്നൊക്കെ പറയുന്നത് ചെറിയൊരു ഫണ്ണുണ്ടായിരുന്നു. പക്ഷേ ടാസ്കിനോട് ഒട്ടും നീതി പുലർത്തിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും എന്താ പറയുക 3ാം സ്ഥാനമാണ് ഈ ഒരു ടീമിന് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ യമുനയുടെ ടീമും യമുനയും കുട്ടിയായിട്ടൊക്കെ നല്ല രീതിയിൽ അഭിനയിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഈ ടാസ്ക് എനിക്ക് ഒട്ടും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു എൻ്റർടൈനിങ് ആയിട്ടൊന്നും തോന്നിയില്ല. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത പ്രശ്നം, ബിഗ് ബോസിലെ അടുത്ത പ്രശ്നം വന്നു. കിച്ചൺ ഷെൽഫിൻ്റെ കീ കാണാനില്ല. യമുനയുടെ കയ്യിലായിരുന്നു കീ എന്നാണ് അവസാനമായിട്ട് അറിഞ്ഞത്. അപ്പോൾ യമുന അത് കൺഫെഷൻ റൂമിൽ വെച്ച് മറന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ബിഗ് ബോസിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ബിഗ് ബോസ് വീട്ടിലെ യഥാർത്ഥ മനോരോഗി നമ്മുടെ ശ്രീരേഖയാണ് എന്ന് തോന്നുന്ന രീതിയിലായിരുന്നു ശ്രീരേഖയുടെ പെരുമാറ്റം കേട്ടോ. കിച്ചണിൽ ഈ ഒരു കീ കാണുന്നില്ല എന്നുള്ള ആ ഒരു സിറ്റുവേഷനിൽ കിച്ചണിൽ നിന്ന് ശ്രീരേഖയും നോറയും തമ്മിലുള്ളൊരു സംഭാഷണമുണ്ട്. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഓക്കെ, ഞാനപ്പോൾ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, ഞാൻ പോയില്ലേ. ഞാൻ ഈ പച്ചക്കറി ഇത് വെച്ചിട്ട് അതാണ് അത് ചോദിക്കാനായിരുന്നു, കൺഫേം ചെയ്യാനായിരുന്നു. ഇത് കണ്ടപ്പോൾ ശ്രീരേഖയുടെ എന്തോ ഒരു കിളിപോയ പോലെയാണ് കേട്ടോ തോന്നിയത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ബാക്കിയുള്ളവരൊക്കെ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. കീ ഇല്ലാതെ നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സമരവും അങ്ങനെയൊക്കെ ആയി. അപ്പോഴത്തേക്കും പിന്നെ പവർ ടീം 1 മണിക്കൂറിനുള്ളിൽ നമ്മൾ കീ കൊണ്ടുവന്ന് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ എവിടെയാണ് കീ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ശ്രീരേഖ വരുന്നു. ശ്രീരേഖയുടെ പെട്ടിയിൽ നിന്ന് കീ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട്. ഇത് എവിടുന്ന് കിട്ടി? എന്റെ പെട്ടിന്ന് കിട്ടിയത് ആരും മനഃപൂർവ്വം കൊണ്ടുവച്ചല്ലേ? അത് ശ്രീരേഖ തന്നെ അബദ്ധത്തിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കാനാണ് സാധ്യത. അല്ലാണ്ട് പവർ ടീമിലേക്ക് പവർ റൂമിലേക്ക് എന്തായാലും മറ്റാർക്കും കയറാനുള്ള അധികാരമില്ല. പിന്നെ പവർ ടീമിലുള്ള ആരെങ്കിലും തന്നെ ചെയ്യണം. അങ്ങനെയൊന്നും എന്തായാലും ചെയ്യുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ശ്രീരേഖയ്ക്ക് എന്തോ അബദ്ധം പറ്റിയതാണ്. അപ്പോൾ അതിനുശേഷം പിന്നെ ശ്രീരേഖ ഭയങ്കരമായിട്ട് ഇമോഷണലി ഡൗൺ ആയി കേട്ടോ. ശ്രീരേഖയുടെ ഭാഗത്തു നിന്നൊരു മിസ്റ്റേക്ക് വന്നു എന്നുള്ള രീതിയിൽ ശ്രീരേഖ ഭയങ്കരമായിട്ട് ഇമോഷണലി ഡൗൺ ആയി. ശ്രീരേഖയെ നമ്മുടെ ബിഗ് ബോസ് വിളിപ്പിച്ചു. എന്നിട്ട് ബിഗ് ബോസിൻ്റെ നല്ലൊരു തഗ് ഡയലോഗ് ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് കേട്ടു നോക്ക്. ശ്രീരേഖ എന്താണ് പഠിച്ചത്? ലിറ്ററേച്ചർ ആൻഡ് സൈക്കോളജി പഠിച്ച ആളാണോ ഇത്? ഞാനൊരു വാശിക്ക് പഠിച്ചതാണ് ബിഗ് ബോസ്. ഇത് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും തോന്നിയത്. ഭയങ്കര സൈക്കോളജിയൊക്കെ പഠിച്ച് ഭയങ്കര ബോൾഡായിട്ട് മറ്റുള്ളവരുടെ മനസ്സിലാക്കാനും സ്വയം നമ്മളെ നിയന്ത്രിക്കാനും ഒക്കെ ഈ ഒരു വീട്ടിലുള്ള ബാക്കി എല്ലാ കണ്ടസ്റ്റൻസിനെയും കമ്പയർ ചെയ്യുമ്പോൾ സ്ട്രെങ്ത് ഉള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് നമ്മൾ ശ്രീരേഖനെ കാണുന്നത്. പക്ഷെ പുള്ളിക്കാരത്തി എന്താ പറയുക, സൈക്കോളജി ഒക്കെ പഠിച്ച് വന്ന പുള്ളിക്കാരത്തി ചെറിയ രീതിയിൽ സൈക്കോ ആയ പോലെയാണ് ഇന്നലത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ തോന്നിയത്. കളിയാക്കുന്നതല്ല കേട്ടോ. എനിക്കറിയാം എന്തൊക്കെ സൈക്കോളജി എന്തൊക്കെ പഠിച്ചെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇമോഷണൽ ആവുന്ന മൊമെൻറ്റ്സ് ഉണ്ട്. പക്ഷേ ഇത് വളരെ ചെറിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ചും ഇതുപോലെ സൈക്കോളജി ഒക്കെ പഠിച്ച് ഇതിനെക്കുറിച്ച് നല്ല ധാരണയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു കീ മറന്നു വെച്ചു എന്നൊക്കെ പറയുന്നത് വളരെ ചെറിയൊരു കാര്യമാണ്. അത് ശ്രീരേഖ നല്ല ബോൾഡായിരുന്നിട്ട് അവിടെ നിന്ന് സംസാരിക്കേണ്ട ആളായിരുന്നു. പക്ഷെ പുള്ളിക്കാരത്തി ഫുള്ളങ്ങ് ഡൗൺ ആയി. അങ്ങനെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. രാത്രി ആയപ്പോഴത്തേക്കും ശ്രീരേഖയുടെ വെഡിങ് ആനിവേഴ്സറീൻ്റെ വിഷസ് എല്ലാ ടീം മെമ്പേഴ്സും വിഷസ് ഒക്കെ അറിയിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഒരു എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട്
അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.